സ്വകാര്യ ആശുപത്രികളുടെ കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് SDPI കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ചികിത്സയുടെ പേരിലുള്ള ചൂഷണം അവസാനിപ്പിക്കുക, സ്വകാര്യ ആരോഗ്യ മേഖലയിൽ സർക്കാർ ഇടപെടുക, ആതുര മേഖലയെ കച്ചവടമാക്കുന്ന പ്രവണതയ്ക്ക് അറുതി വരുത്തുക, കൊള്ളയ്ക്ക് അറുതി വരുത്താനാവശ്യമായ നിയമനിർമ്മാണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കളക്ടറേറ്റ് ധർണ നടത്തിയത്. ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ നാറത്ത് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടിപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ആതുരാലയങ്ങളെ അറവുശാലകളാക്കി പൊതുജനങ്ങളുടെ ആരോഗ്യവും സമ്പത്തും കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുമ്പോൾ തന്നെ സ്വകാര്യ മേഖലയും നിയന്ത്രിക്കണം. ആശുപത്രിവാസം ജനങ്ങൾക്ക് പേടി സ്വപ്നമായി മാറുകയാണ്. അതേസമയം തന്നെ സ്വകാര്യ മേഖലയെ ആതുരാലയ മേഖലയിൽ വൻകിട കുത്തകകൾ പിടിമുറുക്കുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണം മൗലികാവകാശമായി കണ്ട് ചൂഷണം മുക്തമായില്ലെങ്കിൽ ആരോഗ്യ കേരളം എന്നത് ഓർമ്മ മാത്രമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് B ശംസുദ്ദീൻ മൗലവി, ജില്ലാ സെക്രട്ടറിമാരായ ഷഫീഖ് PC, റജീന ടീച്ചർ, ഷംസീർ PT, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സജീർ കീച്ചേരി സംസാരിച്ചു. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ മികച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് ഏറെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ കോർപ്പറേറ്റ് കുത്തക ആശുപത്രികൾ ഇവിടുത്തെ രോഗികളെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കഴുത്തറുപ്പൻ ആശുപത്രികൾക്കെതിരായിട്ട് ഇങ്ങനെയൊരു ധർണാ സമരം, ഭരണസിരാ കേന്ദ്രത്തിൽ ഇങ്ങനെയൊരു ധർണാ സമരം സംഘടിപ്പിച്ച പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികൾ കൂണുപോലെ മുളച്ചു പൊന്തുകയാണ്. നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും മെഡിക്കൽ കോളേജുകളൊക്കെ അടങ്ങുന്ന ഒരു ആരോഗ്യ രംഗമുണ്ട്. അതോടൊപ്പം തന്നെ സഹകരണ ആശുപത്രികൾ, ചെറുകിട ക്ലിനിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ വൻകിട ആശുപത്രികൾ നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായിട്ട് പടുകൂറ്റൻ ബിൽഡിങ്ങുകളോടുകൂടി വരികയാണ്. പാക്കേജ് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ആശുപത്രികൾ. പ്രസവത്തിന് പാക്കേജാണ്. 80,000, 1 ലക്ഷം രൂപയാണ് പാക്കേജ് പ്രഖ്യാപിക്കുന്നത്. സാധാരണഗതിയിൽ ഒരാൾ ആശുപത്രിയിലേക്ക് പോകുന്നത് അവരുടെ രോഗം ചികിത്സിക്കാനാണ്. അപകടം പറ്റിയാൽ, രോഗിയായാലാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ, പ്രത്യേകിച്ച് കുത്തക ആശുപത്രികൾ, കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന, അമേരിക്കൻ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ആശുപത്രികൾ നമ്മുടെ സംസ്ഥാനത്ത് മരണത്തിന് പോലും വിലയിടുന്ന ആശുപത്രികളായിട്ട് മാറുകയാണ്. അവന് മികച്ച ചികിത്സ കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയാണ്, പ്രഥമ പരിഗണനയിൽ വരേണ്ട കാര്യമാണ്. പക്ഷെ ഇന്ന് സർക്കാർ നിസ്സഹജയോടെ നോക്കി നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ, ഒന്നും ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ കോർപ്പറേറ്റുകൾക്ക് ഇവിടുത്തെ സാധാരണക്കാരെ ചൂഷണം ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ് ഇവിടുത്തെ സർക്കാരുകൾ. മാറി മാറി കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഇതിനൊട്ടും താല്പര്യമില്ല എന്നുള്ളതാണ്.